സർ, ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. CBI അന്വേഷണമാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ഇപ്പോൾ സഭയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് സഭാ TV-യിൽ നിന്നാണ് ദൃശ്യമാകുന്നത്. സഭാ TV-യിലെ സാങ്കേതിക പ്രശ്നം നമുക്കും ബാധിക്കും. സഭാ TV-യിൽ നിന്നുള്ള ഒറ്റ ഫീഡ് മാത്രമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകുക. റിപ്പോർട്ടിൽ തന്നെ പ്രേക്ഷകർ തുടരുക. എല്ലാ ചാനലുകൾക്കും സഭയിൽ നിന്നുള്ള ഫീഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന വിഷയം സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ളയിൽ റോഷി ഇപ്പോൾ സഭയിൽ നിന്നുള്ള ആ ദൃശ്യം നമുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവിടെ സഭയിൽ സംഭവിക്കുന്നത് റോഷി? സഭാ നടപടികളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ നിയമസഭാ TV മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമല്ലേ? ദൃശ്യങ്ങൾ ലഭ്യമല്ല. തീർച്ചയായും നിയമസഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ സഭാ സമ്മേളനത്തിന്റെ അവസാനകാലം സഭാ സമ്മേളനത്തിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഹായം നൽകിയ മന്ത്രി VN വാസവന്റെ ആ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധം തുടരുന്നു. പ്രതിപക്ഷം ആ പ്രതിഷേധത്തിൽ വിട്ടുവീഴ്ചയില്ല. ആ നിലപാട് ആവർത്തിക്കുകയാണ്. മന്ത്രി VN വാസവൻ രാജിവെക്കണം. അങ്ങനെ മന്ത്രി രാജിവെക്കാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയ്ക്കകത്ത് ഉയർത്തിയത്. ഇപ്പോൾ അവിടെ നടുത്തളത്തിൽ പ്രതിഷേധം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടന്നിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി കൊടുക്കുകയാണ്. പക്ഷേ സഭ തടസ്സപ്പെടുത്താൻ സജ്ജമായി തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓഫീസിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ഇതാ കടുത്ത പ്രതിഷേധത്തിന് ഇപ്പോൾ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി. സ്പീക്കറുടെ മുഖം മറച്ചുള്ള പ്രതിഷേധമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളത്തിൽ മുഖ്യമന്ത്രി ഓഫീസ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റ ഉടൻ തന്നെ സഭാ TV-യിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തടസ്സപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റാത്തത്. ആർക്കും ആ ദൃശ്യങ്ങൾ ലഭ്യമല്ല. സഭാ TV-യിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് എല്ലാ ചാനലുകൾക്കും സംപ്രേഷണം ചെയ്യാൻ കഴിയുക. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റ ഉടൻ തന്നെ സഭാ TV-യിൽ നിന്നുള്ള സംപ്രേഷണം തൽക്കാലം ഇപ്പോൾ ബ്രേക്കായി. നമുക്ക് ആ ദൃശ്യങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സഭയിൽ വലിയ ബഹളമാണ്. VN വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സഭാ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. റോഷി, എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയൂ. അരുൺകുമാർ, ചരമോപചാരം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പ്രതിഷേധം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ നിലപാട് അറിയിച്ചിരുന്നു. ആ നിലപാട് എടുക്കുന്നത് മന്ത്രി VN വാസവൻ മന്ത്രി ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ നടത്തി. ആ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ആ ആവശ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ്. മന്ത്രി VN വാസവൻ രാജിവെക്കാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയത്. മാത്രവുമല്ല, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മീതെ പ്രവർത്തിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടി അറിയിച്ചു. അതിന് തൊട്ടുപിന്നാലെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബാനറും പ്ലക്കാർഡുകളുമായി നേരെ നടുത്തളത്തിലിറങ്ങി. സ്പീക്കറുടെ മുഖം മറച്ചുള്ള കടുത്ത പ്രതിഷേധത്തിന് ഇപ്പോൾ നിയമസഭ സാക്ഷ്യം വഹിക്കുകയാണ്. മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട സ്വർണ്ണക്കൊള്ളയിലുള്ള കടുത്ത പ്രതിഷേധം ആവർത്തിക്കുകയാണ് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം. സഭാ നടപടികളുമായി ഈ സഭാ സെഷനിലും സഹകരിക്കില്ലെന്ന് ഉറപ്പായി. ഇപ്പോൾ നന്ദിപ്രമേയത്തിലുള്ള ചർച്ച ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ നന്ദിപ്രമേയ ചർച്ചയല്ല, ഇപ്പോൾ ഈ തൊഴിലുറപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട ശ്രദ്ധ ക്ഷണിക്കലാണ്. അത് CK ഹരീന്ദ്രന്റെ ശ്രദ്ധ ക്ഷണിക്കൽ അത് നിയമസഭയിൽ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. മറുഭാഗത്ത് നിയമസഭയുടെ നടുത്തളത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ അവർ പ്ലക്കാർഡ് ഉയർത്തി ബാനർ ഉയർത്തിയുള്ള കടുത്ത പ്രതിഷേധത്തിന് സഭ സാക്ഷ്യം വഹിക്കുകയാണ്. ഏറ്റവും കടുത്ത പ്രതിഷേധത്തിന് സഭ സാക്ഷ്യം വഹിക്കുന്നു. നിയമസഭയിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പ്രതിപക്ഷം ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള വജ്രായുധമാക്കിക്കൊണ്ടുള്ള കടുത്ത പ്രതിഷേധത്തിന് തന്നെ തയ്യാറെടുക്കുന്നു. മന്ത്രി VN വാസവൻ രാജിവെക്കാതെ
സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത്. ആ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള അവിശ്വാസം കൂടി പ്രതിപക്ഷം രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇപ്പോൾ സ്പീക്കറുടെ മുഖം മറച്ചു. ഇപ്പോൾ മീഡിയ റൂമിലേക്കുള്ള ഈ ദൃശ്യങ്ങൾ, അത് ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകുന്ന ആ സംപ്രേഷണം ഇവിടെ ലഭ്യമല്ല. ഏതായാലും ഈ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന തൊട്ടു പിന്നാലെ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നില്ല. പക്ഷേ അതേസമയം നിയമസഭയുടെ യൂട്യൂബ് ചാനലിൽ ദൃശ്യങ്ങൾ ലഭ്യമാണ്. ഏതായാലും സഭയ്ക്കകത്ത് പ്രതിഷേധം തുടരുമ്പോൾ തന്നെ സഭാ നടപടികൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങി. പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതോടെ സഭാ ടി വിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല, ഇപ്പോഴും ആർക്കും ലഭ്യമല്ല എന്നുള്ളതാണ്. സഭാ ടി വിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ നിയമസഭയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. പക്ഷേ തിരിച്ചു ഭരണപക്ഷം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസായിട്ട് നൽകാഞ്ഞത്? നിങ്ങൾക്ക് ഭയമാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ ഭയമാണോ എന്നാണ് ഭരണപക്ഷം തിരിച്ച്